ഹോം സ്റ്റേ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും നാൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് പുതിയ വീടുകളായിരുന്നു. പക്ഷേ ഇത്തവണ 14 മാസം പഴക്കമുള്ളൊരു വീടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു വീട് പണിയുക എന്നുള്ള ടാസ്കിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ വീട് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. KSEB സൂപ്രണ്ട് നൗഫൽ, ഫുഡ് ആൻഡ് സേഫ്റ്റി ട്രെയിനർ ഹെമി ദമ്പതിമാരുടെ വീടാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടാൻ പോകുന്നത്. സോ വീടിൻ്റെ ഉള്ളിൽ ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. സിറ്റ് ഔട്ട് ബോർഡറിൽ ലപ്പോത്തര ഗ്രാനൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കജേരിയയുടെ മാറ്റ് ഫിനിഷിലുള്ള സിമൻ ഗ്രേ കളർ ടൈൽസ് ആണ് ഈ ഒരു വീട്ടിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇഷ്ടംപോലെ പ്ലാൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രീ ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ലോണും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫ്രണ്ട് ഡോർ ഒന്ന് നോക്കാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഫ്രണ്ട് ഡോർ വരുന്നത് സ്റ്റീലിലാണ്. പക്ഷേ ഇവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് വുഡൻ തേക്കിലാണ് കംപ്ലീറ്റ് ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് പോവാം. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ഈ വീട് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് തന്നിട്ടുള്ളത് ഡി സ്പേസ് ആർക്കിടെക്ട്സ് ആണ്. പേര് മറക്കണ്ട, ഡി സ്പേസ് ആർക്കിടെക്ട്. ലിവിങ് റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ലിവിങ് റൂമാണ്, പക്ഷേ എലഗൻ്റ് ആണ്. ഏറ്റവും മിനിമലായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് യൂസ് ചെയ്ത് ഒരു വീട് എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു വീട്. സീലിങ്ങിലേക്ക് വരുമ്പോൾ ഫോൾസ് സീലിംഗ് ആയിട്ട് ജിപ്സം സീലിംഗ് ആണ് വരുന്നത്. അതിൽ തന്നെ സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആറ്റംബർഗിൻ്റെ ക്ലാസി ലുക്കിലുള്ള ഒരു BLDC ഫാനും നമുക്കിവിടെ കാണാം. അപ്പോൾ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഹെമീത്ത ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെമീത്തയോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ലിവിങ് റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഫർണിച്ചേഴ്സിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ പോവുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ളൊരു കൺസെപ്റ്റ് എന്താണ്? നമ്മളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചെയ്തത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. നമ്മുടെ ലോക്കലി ഒരു ആളെ വിളിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്ത് അവർ വന്നത് അങ്ങനെ കാരണം നമ്മൾ ഷോപ്പിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഏരിയക്ക് മാച്ചിങ് ആയിട്ട് അത്ര സ്യൂട്ടായിട്ട് കിട്ടിയില്ല. പിന്നെ നമ്മളുടെ പാറ്റേണും കളറും ഒക്കെ അപ്പോൾ ഇതായപ്പോൾ നമുക്കങ്ങനെ ലോക്കലി കസ്റ്റമൈസ് ചെയ്ത് കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഈ ടൈലിന് മാച്ചിങ് ആയിട്ട് കുറച്ച് ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് പോകാനാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്, ഒരു സിമ്പിളായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ അവർ വന്ന് അത് മെഷർമെൻറ്റ് എടുത്തു. പിന്നെ നമുക്കതിൻ്റെ ആ മെറ്റീരിയൽസ് ഇത് കവർ ചെയ്യണ മെറ്റീരിയൽസിൻ്റെ ഒരു കാറ്റലോഗ് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കളർ നമ്മളുടെ മനസ്സിലുള്ളൊരു കുറച്ച് ഈ കേർട്ടൻസ്, ഈ ഫ്ലോറിലെ ടൈല് അതിനൊക്കെ ആയിട്ട് ഒന്ന് അങ്ങനെ ബ്ലെൻഡ് ആവുന്ന ഒരു കളർ നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെ അവരത് ചെയ്തു തന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള ചെയർസ്, ടീപ്പോയൊക്കെ കാണുമ്പോഴാണെങ്കിലും ഇതൊഴിച്ച് ഈ സോഫ ഇതൊഴിച്ച് ബാക്കി ഫേർണിച്ചേഴ്സൊക്കെ ഞങ്ങൾ നെല്ലിക്കുഴിയിൽ ഒരു ഷോപ്പുണ്ട്, ഫേർണിച്ചർ ഷോപ്പ്. അവിടെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് ബാക്കി എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ്. ഈ ചെയേഴ്സും പിന്നെ അതുപോലെ ഈ ടീപ്പോയ്, പിന്നെ ഇവിടെ ഈ കാണുന്ന ഈ സംഭവം ഈ ഭരണി പോട്ട്, എൻ്റെ വീട്ടിൽ അവിടെ മേളിൽ ഒരു നോർമൽ ഒരു മഡിൻ്റെ ഒരു ഭരണിയാണ്. അതായത് വീടിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ കിടന്നിരുന്നത്. പിന്നെ അതെടുത്ത് അതൊന്ന് ഈ ഫോമിലാക്കി എടുത്താണ്. അപ്പോൾ അതും ഈ കളറും ഈ പറഞ്ഞ പോലെ ഇതിനായിട്ട് സ്യൂട്ടാവാൻ വേണ്ടി ആ ഒരു പെയിൻറ്റ് കൊടുത്ത് അതൊക്കെ നിയാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അത് നിയാസ് ഞങ്ങൾക്ക് മോർ ലൈക്ക് എ ഫാമിലി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്, ഒരു ആർക്കിടെക്റ്റ്. അല്ലെങ്കിൽ ഇത് ചെയ്തതിനേക്കാൾ കൂടുതലൊരു ഫ്രണ്ടായിട്ട് ആ രീതിയിലായിരുന്നു അപ്രോച്ച്. അപ്പോൾ പുള്ളീനെ ഇത് കാണിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ഐഡിയ പുള്ളി പറഞ്ഞൊന്നും. പിന്നെ കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ വീട് പണിയുമ്പോൾ പ്രത്യേകിച്ച് ഐഡിയാസൊന്നും ഇല്ലായിരുന്നു. പ്ലെയിൻ ആയിട്ടാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്ത്. ഒരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലാതെ ഇപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിയാൽ കാണാം, ചില വീടുകളിലൊക്കെ നമുക്ക് കാണും കുറേ കുറേ ഡെക്കറേഷൻസ്, അങ്ങനെ അത് കുറേ സംഭവങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ അതൊന്നും കാണില്ല. കാരണം ഒരു പേഴ്സൺസിന് ഓരോ കൈൻഡ് ഓഫ് തിങ്കിങ് ആണല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മതി. അപ്പോൾ ഇതിൽ മിക്കവാറും ഐഡിയാസ് നിയാസിൻ്റെയാണ്. അതെനിക്ക് പറയാതെ വയ്യ. കാരണം എല്ലാം ഈ ഡിസൈനിങ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരണമെന്ന് നമുക്കറിയില്ലായിരുന്നു. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സർപ്രൈസ്ഡായി. കാരണം വളരെ ഞാൻ വിചാരിച്ച പോലെ എല്ലാത്തിലും കുറച്ച് എഗ്രിമെൻറ്റ്സും ഡിസഗ്രിമെൻറ്റ്സൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും കൂടുതലും ആളുടെ ഐഡിയാസാണ്.
ഞങ്ങൾ ഫർണിച്ചറൊക്കെ എടുക്കാൻ പോയപ്പോൾ ഒക്കെ പുള്ളിയുടെ കൂടെ പോയിട്ട് ആ നമ്മളിങ്ങനെ കാണിക്കുക. അപ്പോൾ പുള്ളിയുടെ ഞങ്ങളുടെയും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനിലാണ് ഒരുവിധം മിക്കവാറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ക്രിയേറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പോട്ട് കാണുമ്പോൾ അതാ പറയുന്നത്, ആ ക്രിയേറ്റിവിറ്റി എനിക്ക് കുറവാണ്. ഞാൻ കൂടുതലും തിങ്ക് ചെയ്യുന്നത് ഈ ക്ലീനിങ് സൈഡാണ്. ക്ലീൻ ആയിരിക്കും, അതായത് സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഉള്ളതാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത്. അപ്പം നിയാസ് ആ ഒരു ക്രിയേറ്റീവ് സൈഡിൽ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ള നിയാസ് ആണ് പറയുന്നത് നമ്മളുടെ അടുത്ത്. പുള്ളി ഇങ്ങനെ പറഞ്ഞാൽ ഇത് നല്ലതാവും, നമ്മളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കംപ്ലീറ്റ്ലി 100% നമ്മുടെ ഒപ്പീനിയൻ അല്ല, 50-50. അങ്ങനത്തെ ഒരു പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ. എന്തായാലും നിയാസിന് ഭയങ്കര താങ്ക്സ്. എല്ലാവരും വന്ന് കണ്ടിട്ട് എല്ലാവർക്കും, അതായത് മിനിമലായിട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഭയങ്കര എലഗൻ്റ് ആയിട്ടുണ്ട്, ക്ലാസി ലുക്കാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫാമിലി ലിവിങ് റൂമിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഹെമിത ഇനി ഈ ഒരു ഫാമിലി ലിവിങ് റൂമിൻ്റെ വിശേഷങ്ങളാണ് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിങ് റൂമിൽ നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ച് ഷോ പീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ റെയറായിട്ടുള്ള പീസാണ്. നോർമലി വീടുകളിൽ പോകുമ്പോൾ കാണാത്ത ടൈപ്പ് പീസാണ്. ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ഉണ്ടാവുമല്ലോ? ആക്ച്വലി ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ആർട്ടിസ്റ്റിക് അങ്ങനത്തെ ഭയങ്കര അത് കുറവാണ് എനിക്ക്. പക്ഷേ ഇതിനെല്ലാം ഇത് വെക്കുന്നതിനൊക്കെ ഒരു റീസൺസ്, അതായത് ചില നമുക്ക് പറയുന്ന പോലെ ചില മെമ്മറീസ്, അതിൻ്റെ ഒരു ബുദ്ധയുടെ ഒരു ഇതുണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനും മോൾക്കും അവർക്ക് ബുദ്ധ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതുപോലെ വീട് ഏകദേശം കംപ്ലീറ്റഡ് ആയപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ക്യൂരിയോസൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്ത് കുറേ ഷോപ്സിലൊക്കെ എറണാകുളത്ത് കറങ്ങിയപ്പോൾ മോൾക്ക് ഈ മറ്റേ ബേബി ബുദ്ധ ആയിരുന്നു താല്പര്യം. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് അത് അങ്ങനെ വാങ്ങി. ഇനി മുകളിലും കാണണം എന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു രണ്ടും തോന്നുന്നു എനിക്ക്. പിന്നെ അതിൻ്റെ മുകളിലൊരു ചെറിയൊരു ഫിഷിനെ കാണും. ഇത് ഒമാനിൽ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഞങ്ങൾ ഒമാനിൽ പോയപ്പോൾ അവിടെ നിന്ന് അവൾക്ക് വാങ്ങിച്ചു കൊടുത്താണ്. കുറേ മുൻപ്, അവൾ ചെറുതായിരിക്കുമ്പോൾ. അത് ഞാൻ മറന്നിരിക്കുമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. പിന്നെ എന്തൊക്കെയോ ഈ ഞങ്ങളിങ്ങോട്ട് താമസം മാറ്റിയപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ തപ്പിയപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അതും കൊണ്ടുവന്നപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മെമ്മറി. പിന്നെ ഈ ക്രിസ്റ്റലിൻ്റെ സംഭവം എൻ്റെ ഒരു കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനൊക്കെ ഓരോ മെമ്മറീസ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ താഴെ കാണുന്ന അത് നിയാസിന് ആരോ കൊടുത്തിട്ട്, ഒരെണ്ണം പേപ്പർ വെയിറ്റ് ആണ്. അത് ഒരു ബ്രാസിൻ്റെ പോലത്തെ ഒരു ലേഡി റീഡ് ചെയ്യുന്നതാണ് സംഭവം. അത് എൻ്റെ ഹസ്ബൻഡും മോളും നന്നായിട്ട് വായിക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ട് അതന്നെ. പിന്നെ ഇതും അതെ, ഇത് മറ്റേ മാർബിളിൽ നമ്മളെന്താ പറയുന്നത് അങ്ങനത്തെ അപ്പോൾ ഞാനതൊക്കെ കൊണ്ടുവന്നത് ഇങ്ങനെ വെച്ചതാണ്. അതൊക്കെ ഒരു രസമല്ലേ കാണാൻ. പിന്നെ ഇതിൻ്റെ ഒരു പേരുണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. ഇത് 2 എണ്ണമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈ പ്ലാന്റിൻ്റെ പോട്ടാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ വീടിൻ്റെ അകത്തധികം പ്ലാന്റ്സ് ഒന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാനീ പറഞ്ഞൊരു കൺസേൺ ക്ലീനിങ്, അതായത് ഒരു പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും കുറച്ചുകൂടെ പ്ലാന്റ്സ് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയാവും. പക്ഷേ ലൈവ് പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ മറ്റേ ആർട്ടിഫിഷ്യലാണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം എന്താ വെച്ചാൽ ഡസ്റ്റ് പിടിക്കും. പിന്നെ ലൈവ് പ്ലാന്റ്സ് ആകുമ്പോൾ എന്തെങ്കിലും ഇൻസെക്റ്റ് വരുമോ അങ്ങനത്തെയൊക്കെ ഒരു പേടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ വെച്ചില്ല. അപ്പോൾ ശരിക്കും പ്ലാന്റിൻ്റെ ആണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഷെൽസ് ഉണ്ടായിരുന്നു പണ്ടത്തെ. ഇതുപോലെ ഞാൻ എവിടെയോ പോയപ്പോൾ അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ അത് എടുത്ത് വെച്ചിരുന്ന അതിലിട്ട് അങ്ങനെ ഒരു കളയണ്ടല്ലോ, ഒരു രസമല്ലേ കാണുമ്പോൾ അങ്ങനെ. അപ്പോൾ ഈ മെറ്റീരിയൽസ് കണ്ടാൽ തന്നെ അറിയാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. മെറ്റീരിയൽസൊക്കെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? ഈ സ്ഥലം ഈ ചുമന്ന മണ്ണുള്ള, അത് ടെർമൈറ്റ്സിൻ്റെ അറ്റാക്ക് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം വുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ചും കൂടി സിന്തറ്റിക് മിക്സ് ആയിട്ടുള്ള ഇത് WPC ആണ് ബോർഡ്. WPCയിൽ ഇതൊക്കെ അക്രൈലിക് ഷീറ്റാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ മൈക്ക ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഇവിടെ ഇതേപോലെയുള്ള ഈ സ്റ്റോറേജ് സ്പേസൊക്കെ ചെയ്തിരിക്കുന്നത് WPCയിലാണ്. റൂമിലത്തെ കബോർഡ്സ് അതെല്ലാം അങ്ങനെ ചെയ്ത്. ഇത് ചെറിയൊരു സ്റ്റഡിയാണ്. ഇപ്പോൾ മോള് വരുമ്പോൾ അങ്ങനെ അവൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ഇപ്പോൾ ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ, അപ്പോൾ അങ്ങനെ ചെറിയൊരു സ്റ്റഡി എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും എല്ലാത്തിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. ഈ പെയിന്റിംഗിലാണ് പറയുന്നത്, ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു വലിയ സ്റ്റോറി ഉണ്ട്.
അത് ആക്ച്വലി അതെൻ്റെ ഒരു കസിൻ വരച്ചതാണ്, എൻ്റെ ആൻറ്റിയുടെ മകൻ. അവൻ പറയുന്നത് അവൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡ്രോയിങ് ആണ്. അവൻ ജസ്റ്റ് ഈ പെയിൻറ്റിങ്, ഈ കൈൻഡ് ഓഫ്, എനിക്ക് തോന്നുന്നു ഇതിനെന്താ പറയുന്നത്, ഓയിൽ പെയിൻറ്റിങ്. അത് അവൻ ഇത് ട്രൈ ചെയ്താണ് അത്രേ. അപ്പോൾ കുറച്ച് മുൻപ് ഞാൻ ഈ വീട് ഇനിയൊന്ന് ഫൗണ്ടേഷനൊക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ആ ടൈമിലെന്തോ ഇവൻ വരച്ചത് എന്നെ കാണിച്ചു തന്നിട്ട് അവനത് എനിക്കപ്പം ഞാൻ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് തന്നതാണ് അത്. അപ്പം ഞാനത് സൂക്ഷിച്ച് വെച്ച് ഇപ്പോൾ വീട് താമസിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ. എനിക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ, ഞാൻ സാധാരണ ഈ ടർക്കിഷ് മൂവീസിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ കുറേ മൂവീസിലൊക്കെ അവിടെ ടർക്കിയിലൊക്കെ ഇങ്ങനത്തെ ഒരു വുഡൻ ഡോറും അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് അതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു അവനെക്കുറിച്ചും പിന്നെന്താ പറയുന്നത്, അതുപോലെ ആ മൂവീസിൻ്റെ അങ്ങനെ ആ ഒരു അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും കാണുന്നൊരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ സ്റ്റോറേജ് ഇതൊക്കെ ഞാൻ ഇതിനൊന്നും നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ പറഞ്ഞില്ല, അവർ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇതൊക്കെ എൻ്റെ മോളുടെ അവൾക്ക് കിട്ടിയ ഈ പ്രൊഫഷൻസിയുടെയും അതിൻ്റെ ഒക്കെ അവാർഡ്സും കാര്യങ്ങളും. അപ്പോൾ അത് വെക്കാൻ വേണ്ടി നമുക്ക് അല്ലാതെ വേറെ ക്യൂരിയോസ് വെക്കാൻ ഇങ്ങനത്തെ ഷെൽഫ് അതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഇത് മുകളിലാകുമ്പോൾ താഴത്തേക്കാളും കുറച്ചും കൂടെ നമുക്കൊരു പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുകളിൽ എന്നുള്ള രീതിയിൽ ചെയ്ത് ഇതിൻ്റെ എല്ലാം പറഞ്ഞ പോലെ ഇതൊക്കെ അവരുടെ ഐഡിയ. നമ്മളിങ്ങനെ പറഞ്ഞു, പക്ഷേ ബാക്കിയൊക്കെ അവർ ഈ ഫോമിൽ വന്നപ്പോഴാണ് നമ്മളത് കാണുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ചെയ്ത മിക്കവാറും സ്റ്റോറേജൊക്കെ വളരെ നമുക്ക് യൂസ്ഫുള്ളായിട്ടും കൺവീനിയൻ്റ് ആയിട്ടും എല്ലാം അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ സ്പേസ് വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. ഇപ്പോൾ സ്റ്റെയർ കേസ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ യുണീക്കായിട്ടുള്ളൊരു സ്റ്റെയർ കേസാണ് അല്ലേ? അത് സ്റ്റെയർ കേസ് ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ പിക്ചേഴ്സിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വേറൊരു കൈൻഡ് ഓഫ് ഒരു ഹാൻഡ് റീലൊക്കെയാണ് നിയാസിന് കാണിച്ചു കൊടുത്തത്. പക്ഷെ അത് നമ്മുടെ പൊസിഷനൊക്കെ ഇല്ലേ അതിന് പറ്റുന്ന രീതിയിലായിരുന്നില്ല ഞാൻ കാണിച്ചു കൊടുത്തത്. അപ്പോൾ നിയാസ് പിന്നെ ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവന്ന് ഇത് കാണിച്ചു. പക്ഷേ എനിക്ക് തോന്നിയത് ശരിക്കും ഇത് എന്താ പറയുക, റിയൽ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പാറ്റേണിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയാണ്. കുറച്ചുകൂടെ ഒരു എലഗൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പല സ്ഥലത്തും ഇത് ഈ ഗ്ലാസ് വെച്ചിട്ട് പിന്നെ മെറ്റൽ ഫ്രെയിമിൻ്റെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് അത്ര അങ്ങോട്ട് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഈ വുഡും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഗ്രേസ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു എന്താ പറയുക ഒരു ഐഡിയയാണ് ഇങ്ങോട്ട്. ഇതെനിക്ക് തോന്നുന്നു ഇത് തിരിച്ചെന്തോ വേറെ ഏതോ ഒരു പൊസിഷനിലായിരുന്നു ഈ വുഡൻ പീസസ് വന്നിരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇതിൽ ഞങ്ങൾ ഇടയ്ക്ക് അതുപോലെ അവരുടെ ഡി സ്പേസിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് അവരായിട്ട് ഇത് 3D കാണിച്ചു തരും അവർക്ക്, നമുക്കിങ്ങനെ ഓരോ സംഭവങ്ങൾ. അപ്പോൾ നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ അതനുസരിച്ച് അവരത് ചേഞ്ചസ് ചെയ്തു വരും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിയാസിനെ കാണിച്ചപ്പോൾ നിയാസ് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചും കൂടെ എന്താ പറഞ്ഞാൽ ഒരു പ്രൈവസിയുമായി അകത്തിരിക്കുന്നവർക്ക് അങ്ങനെ കുറച്ചും കൂടെ ഭംഗിയായി. പിന്നെ ഇതാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഇത് ശരിക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുവാണ്, എന്തോ ബോർഡ് വെച്ചിട്ട് തന്നെ അത് ഇൻറ്റീരിയർ ചെയ്തപ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്തതാണ്. സ്റ്റെപ്പ് ശരിക്കും ഇത്രയേ ഉള്ളൂ, മറ്റേത് എക്സ്റ്റൻഷൻ ഇതൊക്കെ ഈ വുഡൻ പീസസ് ആണ്. വുഡൻ എന്താ പറഞ്ഞത് അതിന് ഇതെല്ലാം കംപ്ലീറ്റ് വുഡൻ പീസസ് ആണ്. ഇതൊക്കെ ശരിക്കും വുഡാണ്. ഇത് വുഡൻ ഷീറ്റുകൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വേറെ ഇതിൻ്റെ അകത്ത് എന്തോ എനിക്ക് ഇത് എം ടി ആണ്. ഇത് ഇത്ര വരെ ഉള്ളൂ സ്റ്റെപ്സ്, പിന്നെ ബാക്കി അങ്ങോട്ട് എം ടി. അതിനൊരു ഫ്രെയിം വെച്ചിട്ട് ഇത് ഇങ്ങനെ വുഡൻ പീസ്. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി, കണ്ടു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ബോർഡില് കളർ മാച്ച് ആവാൻ വേണ്ടിയിട്ടാണല്ലോ പെയിന്റ്. അത് മേളിൽ അത് വുഡിൽ തന്നെ പെയിന്റ് ചെയ്തത് നിയാസിന്റെ ഐഡിയ ആണ്. നിയാസ് അതങ്ങനെ ആ കളറിലെ പെയിന്റ് ചെയ്യിച്ചതാണ്. അത് ആ ഒരു ഗ്രേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൂടുതൽ ഇവിടെ ഗ്രേ ഷെയ്ഡിനോട് കൂടുതലൊരു ഇതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു സെയിം പെയിന്റ് ആണ് നമ്മൾ ആ കണ്ട ഭരണിയില്ലേ അതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു എൻ്റെ ഒരു ഇതാണെങ്കിൽ പിന്നെ അതുപോലെ ഈ ടൈലൊക്കെ ആ രീതിയിൽ. അപ്പോൾ നമുക്ക് ടൈല് ഈ കുറച്ച് ഡിഫറൻസ് പറഞ്ഞല്ലോ, ഫ്ലോർ ടൈലിനേക്കാളും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആവാൻ വേണ്ടി. അപ്പം കുറച്ചും കൂടെ ഡാർക്കാണ് എനിക്ക് നല്ലതാണെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് ഞാൻ പല സ്ഥലത്തും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഫെയ്ഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സ്റ്റെപ്സിൻ്റെ കളറൊക്കെ. അപ്പോൾ ഡാർക്കാകുമ്പോൾ അത്രയും ഇതില്ലല്ലോ. അപ്പം അങ്ങനെ നിയാസിൻ്റെ അടുത്ത് ഇത് മിക്കവാറും ഇതെല്ലാം പോകുമ്പോൾ നിയാസും ഞങ്ങളും കൂടെ പോയിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ സജഷനും നിയാസ് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും അല്ലെങ്കിൽ അതിൻ്റെ ഗുണവും ദോഷമൊക്കെ നിയാസ് പറയും. അപ്പോൾ നമ്മളങ്ങനെ
ആ ഒരു പോയിന്റിലെ ഡിസ്കഷനിൽ നമ്മൾ ഒരു 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 ഇതിലെത്തിച്ചേരും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കളറ് ഇതൊക്കെ ചൂസ് ചെയ്തത്. ഹോം സ്റ്റേ ലൈഫിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഈ ഒരു വീടിൻ്റെ തന്നെ കിച്ചൺ, ബെഡ്റൂം, മറ്റു വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ബൈ.